ദേശം കാഹളധ്വനികൾ കടുതടെ ഉയർത്തിടും തിരുമുഖം കാണാൻ, കടുതടെ ഉയർത്തിടും തിരുമുഖം കാണാൻ, പരമേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ, പരമേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ. പ്രൈസ് ദി ലോർഡ്. ദ ഷെപ്പേർഡ്സ് ആർപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവവചനത്തിൻ്റെ പവർഫുൾനെസ്സാണ് നമ്മളിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവവചനത്തിൻ്റെ അതിൻ്റെ ശക്തിയുണ്ട്. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയുള്ളൂ. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ ഭാരതത്തെയും ഇന്നത്തെ സ്ഥിതിയിലേക്കൊക്കെ മാറ്റിയത് ദൈവവചനത്തിൻ്റെ ശക്തിയാണ്. പല ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും സ്വാതന്ത്ര്യവും അഭയവും നൽകിയത് ദൈവവചനമാണ്. ആ ദൈവവചനത്തിൻ്റെ ശക്തി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇവിടെ നാം വായിക്കുന്നത് ദൈവവചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് അലൈവ് ആൻഡ് ആക്റ്റീവ് ഓൾവേസ്. യെശയ്യാപ്രവചനം 55-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനം അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വചനം നാം കേൾക്കുന്ന, ഇന്ന് പകൽക്കാലം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിടുതൽ സംഭവിക്കും, ഒരു ചേഞ്ച് ഉണ്ടാവും. അതിനാണ് ദൈവവചനം നാം ഇന്ന് കേൾക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്. നാം അറിഞ്ഞോ അറിയാവോ ദൈവവചനം കേൾക്കുമ്പോൾ അതിന് ദൈവത്തിന് നമ്മോടുള്ള പർപ്പസ് അത് ഫുൾഫിൽ ചെയ്യും. പക്ഷേ നാം ആ വചനം ഏറ്റെടുക്കുകയും നമ്മൾ അതിനായി സമർപ്പിക്കപ്പെടുകയും ചെയ്യണം. രണ്ടാമത് കാണുന്നത് ദൈവവചനത്തിൻ്റെ പ്രത്യേകത കാണുന്നത് ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കുന്നതിന് തുളച്ചു ചെല്ലുന്നതുമാകുന്നു. ഷാർപ്പർ ദാൻ എനി ഡബിൾ എഡ്ജഡ് സോഡ്, ഏത് വാളിനേക്കാളും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അപ്പം അത് കാണിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ നമ്മൾ എത്ര നിഗൂഢതയിലിരിക്കുന്ന രഹസ്യമാണെങ്കിലും അത് പുറത്തു കൊണ്ടുവരുവാൻ ദൈവവചനത്തിന് കഴിയും. നാം മറന്നുപോയതാണെങ്കിലും മറ്റുള്ളവർ അറിഞ്ഞില്ലെങ്കിലും നാം വചനത്തിന് മുമ്പാകെ നമ്മളെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള മറിഞ്ഞിരിക്കുന്ന ഏത് തെറ്റുകളെയും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് നമുക്കൊരു ജീവിതം, നമുക്കൊരു ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ആത്മീയ ജീവിതം അനുഗ്രഹമായി തീരുവാൻ ദൈവവചനം ഏറ്റെടുക്കുന്നതിലൂടെ നമുക്കിടയായിത്തീരും. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് ചെല്ലേണ്ടടുത്ത് ചെല്ലും, കൊള്ളേണ്ടടുത്ത് കൊള്ളും, വിടുതൽ പ്രാപിക്കേണ്ടടുത്ത് വിടുതൽ പ്രാപിക്കുക തന്നെ ചെയ്യും. അത് കാണുന്നത് ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. ജഡ്ജസ് ദ തോട്ട്സ് ആൻഡ് ഇൻറ്റൻഷൻ ഓഫ് ദ ഹാർട്ട്. പുറമെ മനുഷ്യർക്ക് നാം പറയുന്നത് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അത് കേൾക്കുമ്പോൾ നാം ആ കേൾക്കുന്ന മനുഷ്യർക്ക് എന്ത് നല്ല മനുഷ്യൻ, എന്തെല്ലാം നല്ല ആശയങ്ങൾ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഈ പറയുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് ആ വ്യക്തിക്ക് മാത്രമേ അറിയുകയുള്ളൂ. ആ വ്യക്തിക്ക് മാത്രമല്ല, അവനെ സൃഷ്ടിച്ച ദൈവത്തിനും അറിയാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം നാം ഗ്രഹിക്കുകയും അത് പൂർണ്ണമായി ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ആ നിഗൂഢമായ മനുഷ്യനെ ഒഴിവാക്കി സത്യത്തിൽ നടക്കുവാൻ ദൈവവചനം നമ്മെ അഭ്യസിപ്പിക്കും. അതിനായിട്ട് ഇന്ന് വാക്കാലം നമ്മെ സഹായിക്കുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 139-23-24 വാക്യങ്ങളിൽ ദാവീദ് പറയുന്നു, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമേ. ഇന്ന് വാക്കാലം ദൈവവചനത്തിന് മുമ്പാകെ നമ്മളെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വചനം നാം ഏറ്റെടുത്ത് അതിനു മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. കർത്താവേ, കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം.
അത് ജീവനും ചൈതന്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തിക്കുവാനായി തിരുസന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു. വചനം കേൾക്കുന്ന ജനത്തെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.